എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ അടുത്ത് കണ്ണൂർ ജില്ലയിലൊരു സ്ഥലമാണ്. ഞാൻ അതിന്റെ അടുത്തൊരു പള്ളിയിൽ ഖുതുബക്ക് പോകാറുണ്ട്, വെള്ളിയാഴ്ച ഖുതുബക്ക് പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അടുത്തൊരു ചെറിയ നിസ്കാര പള്ളിയുണ്ട്. ആ പള്ളിയിൽ എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി വരുന്ന SSFന്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു ചെറിയ പൊന്നുമോൻ ഇന്നലെ മഗ്രിബിന്റെ സമയത്ത് പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് മുൻപിരുന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഷസിൻ എന്ന് പറയുന്ന ചെറിയ പൊന്നുമോൻ +1 വിദ്യാർത്ഥിയാണ്. ആ കുട്ടിയുടെ ചെറിയ ആയുസിന്റെ ഇടയിൽ എന്തെങ്കിലും ന്യൂനത വന്നു പോയെങ്കിൽ അല്ലാഹുവേ, ഈ സംവിധാനം സുന്നത്ത് ജമാഅത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാപ്പ് നൽകണേ അല്ലാഹ്. എന്റെ പെങ്ങളുടെ മകൻ ഒരു ഹാഫിളാണ്, ജമീൽ. അവിടെ പഠിക്കുന്ന ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന മുതഅല്ലിമും കൂടിയാണ്. അവിടെ പള്ളിയിൽ ഉസ്താദില്ലാത്തത് കൊണ്ട് ഇന്നലെ അവനായിരുന്നു നമ്മുടെ മരുമകനായിരുന്നു, പെങ്ങളെ കുട്ടിയായിരുന്നു അവിടെ ഇമാമത്തിന് പോയത്. അപ്പൊ മഗ്രിബിന്റെ സമയത്ത് ഇവനെ കാണാതായപ്പോൾ ഫോൺ വിളിച്ച് എപ്പോഴുണ്ടാകുന്ന കുട്ടിയാണ്. ഫോൺ വിളിച്ചിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, കുളിക്കാൻ ഇപ്പൊ പള്ളിയിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴാണ് അവിടുന്ന് വിളിക്കുന്നത്, വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് പറഞ്ഞിട്ട് നമ്മുടെ മരുമകൻ കരയാണ്. അത്ര നല്ല പള്ളിയുമായും ഒക്കെ നല്ല ബന്ധപ്പെടുന്ന ചെറിയ മോനാണ്. +1 എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, 10-16 വയസ്സ്. ഇപ്പൊ എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണെന്നൊന്നും ഒരാൾക്കും നിശ്ചയമില്ല. ഇന്നലത്തെ കഥയാ ഞാൻ പറഞ്ഞ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഷസിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ആ മാതാവിന് വലിയ സമാധാനം ഉമ്മക്ക് കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും വലിയ സമാധാനം നൽകണേ അല്ലാഹ്. അവരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട SSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീ നൽകണേ അല്ലാഹ്. ഖബറടക്കം കഴിഞ്ഞിട്ടും എത്രയോ മണിക്കൂറുകൾ SSFന്റെ കൂട്ടുകാരും ആ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഖബറും ചുറ്റുഭാഗത്തുന്നു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ്. اللهم جاف القبر عن جنبي اللهم اغفر له وارحمه اللهم آمنه من كل الفزع. സുബ്ഹാനല്ലാഹ്, വലിയ പ്രായമൊന്നുമായിട്ടില്ല, തെറ്റിലേക്ക് പോകേണ്ട ഒരു പ്രായമായിട്ടില്ല. അതിനു മുമ്പേ മരണപ്പെട്ടു പോയ കൂട്ടുകാരൻ, ആ കൂട്ടുകാരന് വേണ്ടി മറ്റുള്ള കൂട്ടുകാരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ധാരാളമായി എത്രയോ മണിക്കൂറുകൾ ഖുർആൻ ഓതുന്ന, തസ്ബീഹ് ചൊല്ലുന്ന. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞത്, അല്ലാഹു എല്ലാ കൂട്ടുകാർക്കും എല്ലാ മക്കൾക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പൊ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നവരാണ്. ഒരു മൊയ്ദ് ഉസ്താദ് മാത്രമല്ല, നമ്മളെല്ലാവരും പോകേണ്ടവരാണ്.